ആത്മാക്കളുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ സോള് ഈ കുട്ടിയുടെ കൂടെ ഉണ്ട്. കറക്റ്റായിട്ട് എനിക്ക് കാർഡിൽ കണ്ടു. ഈ വെള്ളത്തിൽ ഇങ്ങനെ വീണ് പോകുന്ന അത് ഇങ്ങന്നിട്ട് സോൾ ഇങ്ങനെ പൊന്തി വരുന്ന അത് അതിൻ്റെ പുറകിൽ ഒരു കുട്ടിയും കൂടെ നിൽക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ മറഞ്ഞു നിന്ന് നോക്കുള്ളൂ, നേരിട്ട് നമ്മളെ ബ്ലെസ് ചെയ്യില്ല. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നാളെ തന്നെ നടക്കുന്നതായിരിക്കില്ല. ആദ്യം പോയി നിന്നെ അമ്മേനെ പ്രാർത്ഥിക്കുമോ, അവിടെ ചെയ്യുമോ, എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് ഗുരുവായൂരപ്പൻ പറയാറുള്ളത്. ഈ 29 ശനിമാറ്റം സംഭവിച്ചവർക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവും അറിയാമോ? പക്ഷേ ഈ റേക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കാനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് റേക്കിയോട് ചോദിക്കാം എന്ന് പറയും. അപ്പോൾ ഈ കൺസൾട്ടിങ്ങിനൊക്കെ ആൾ വന്നതിൽ ഏതെങ്കിലും ഈ ആത്മാക്കളുടെ പ്രശ്നമുള്ള ആളുകളൊക്കെ വന്നിരുന്നോ? തീർച്ചയായും. ആത്മാക്കളുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ മോന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. മോൻ കുറേ ആയിട്ട് അവരോട് കോണ്ടാക്റ്റ് ഇല്ല, മോൻ എബ്രോഡാണ്, അച്ഛനെയും അമ്മേനെയും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടി ലൈഫ് തന്നെ ടോട്ടലി മാറി. അച്ഛൻ കുറച്ച് ഡ്രിങ്ക്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അച്ഛനെ വഴക്ക് പറയുന്ന കുട്ടി അവിടെ പോയിട്ട് ലൈഫ് സ്റ്റൈൽ മൊത്തം മാറിപ്പോയി. അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കാർഡ് എടുത്ത് നോക്കി. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ വെള്ളത്തിൽ വീണ് മരിച്ചു പോയ ആളാണ്. ആ സോള് ഈ കുട്ടിയുടെ കൂടെ ഉണ്ട്. കറക്റ്റായിട്ട് എനിക്ക് കാർഡിൽ കണ്ടു. ഈ വെള്ളത്തിൽ ഇങ്ങനെ വീണ് പോകുന്ന അത് ഇങ്ങന്നിട്ട് സോൾ ഇങ്ങനെ പൊന്തി വരുന്ന അതിൻ്റെ പുറകിൽ ഒരു കുട്ടിയും കൂടെ നിൽക്കുന്നുണ്ട്. ആ ഒരു കാർഡാണ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് ചോദിച്ചു, ഇങ്ങനെ ആരെങ്കിലും ദുർമരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട്, ഹസ്ബൻഡിൻ്റെ അനിയനാണ്, അപകട മരണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ കുട്ടിയുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എബ്രോഡ് ആയതുകൊണ്ട് ആ കുട്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതിന് വേണ്ട പരിഹാരങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ കുട്ടിക്ക് വരാനും പറ്റില്ല. ആ കോഴ്സിൻ്റെ ഷെഡ്യൂൾ അങ്ങനെയാണ്, പെട്ടെന്ന് വരാനും പറ്റില്ല. പക്ഷേ ഇവിടെ ഇന്ന് ചെയ്യാവുന്ന, അമ്മയ്ക്കും അച്ഛനും ചെയ്യാവുന്ന കാര്യങ്ങൾ, ആദ്യം പറഞ്ഞത് നാവാമുകുന്ദൻ്റെ അമ്പലമുണ്ട് തിരുനാവായ, അവിടെ ആ ആത്മാവിന് ശാന്തി കൊടുക്കാൻ വേണ്ടി അവിടെ അതായത് മോക്ഷ ശാന്തി എന്നാണ് പറയാറുള്ളത്. തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോക്ഷശാന്തി എന്നാണ് പറയാറുള്ളത്. അത് അവിടെ പോയി അവർ ചെയ്താൽ മതി. അവർ എറണാകുളത്താണെന്നാണ് എൻ്റെ ഒരു ധാരണ. അവിടെ പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതിന് പോയിട്ടുണ്ടാവുമായിരിക്കാം, കുറച്ച് മുമ്പ് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൽ പരിഹാരങ്ങളും നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും. നമുക്ക് തോന്നും ഇന്ന കാര്യങ്ങൾ, എല്ലാവർക്കും ഒരേ കാര്യം ആയിരിക്കില്ല പരിഹാരങ്ങൾ. ഓരോരുത്തർക്കും ഓരോ പലതരത്തിൽ. ചിലവർക്ക് അവരുടെ വീട്ടിലുള്ള തറവാട്ട് ദൈവത്തിനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി, അവർക്കൊരു വഴിപാട്, ഒരു പായസം കൊടുത്താൽ മതി എന്നുണ്ടാവും. കാരണം തറവാട്ട് ദൈവം, കുടുംബദേവത എന്നൊക്കെ പറയുന്നത് ആദ്യം നമ്മുടെ അമ്മേനെ വണങ്ങാതെ വേറെ ആരെ പോയി, ഇപ്പോൾ ഇവൻ നമ്മുടെ ദേശദേവത അല്ലെങ്കിൽ ഗ്രാമദേവത, കുടുംബദേവതയെ വണങ്ങാതെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയാൽ പോലും ഗുരുവായൂരപ്പൻ മറഞ്ഞു നിന്ന് നോക്കുള്ളൂ, നേരിട്ട് നമ്മളെ ബ്ലെസ് ചെയ്യില്ല. ആദ്യം പോയി നിന്നെ അമ്മേനെ പ്രാർത്ഥിക്കുമോ, അവിടെ ചെയ്യുമോ, എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് ഗുരുവായൂരപ്പൻ പറയാറുള്ളത്. അപ്പോൾ അതേപോലെ അവർ കുറേ പേര് എബ്രോഡ് പോയ ആൾക്കാരാണെങ്കിലും അല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും കുടുംബദേവതേനെ ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ കാവുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സർപ്പ ദോഷം വന്ന ഒരു ചേച്ചിയാണ്. അവർക്ക് ഇതേപോലെ റിലേഷൻഷിപ്പ് പ്രശ്നത്തിൽ വന്നിട്ട് അവരുടെ ഹസ്ബൻഡല്ല, വുഡ് ബി, കല്യാണം ഉറപ്പിച്ചതായിരുന്നു. അത് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നു. അദ്ദേഹം വേറൊരു കല്യാണം നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് കാർഡ് എടുത്തപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ടോട്ടൽ പറയാനായിരുന്നു. ടോട്ടൽ ജനറൽ റീഡിംഗ് എന്നുള്ള കാറ്റഗറിയിലാണ് വന്നത്, റിലേഷൻഷിപ്പിന് സ്പെസിഫിക് ആയിട്ടല്ല വന്നത്. പക്ഷെ അവർ നല്ലൊരു പോസിറ്റീവായ ഒരു ലേഡിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഒന്നും അവരോട് തോന്നിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ കാർഡ് എടുത്തപ്പോൾ ആദ്യം തന്നെ വന്ന് റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചതായിരുന്നു. ഒരു 12 വർഷത്തെ റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് മാറി അദ്ദേഹം വേറൊരു കല്യാണം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം പറഞ്ഞു, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതായത് ഇനിയിപ്പോൾ വേറെ വഴിയില്ല, നിശ്ചയമായി, ഇനിയിപ്പോൾ നമ്മൾ അതിനെയും ആ ഒരു വശത്തെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അപ്പം ഞാൻ ഇവരെ ഹീൽ ചെയ്ത് റെഡിയാക്കാന്നുള്ള രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതും ഇവർ വീണ്ടും എൻ്റെ അടുത്ത് എനിക്ക് റിലേഷൻഷിപ്പ് സ്പെസിഫിക് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരുന്നു. ദർശനാജിയുടെ അടുത്ത് സംസാരിച്ച് പോയതിന് ശേഷം എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു തോന്നൽ വരുന്നു പറഞ്ഞു. മൂന്നാമത്തെ ദിവസം തന്നെ അവർ വീണ്ടും വന്നു. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് സർപ്പദോഷത്തിൻ്റെ കാര്യമാണ്
കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ട പരിഹാരങ്ങൾ അവരുടെ, അതായത് മണ്ണാറശാലയോ പാമ്പുമ്മക്കാടോ ഒന്നും അല്ല, അവരുടെ കാവ് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി പരിഹാരങ്ങൾ അവിടെ പോയി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. എന്തിനാണോ അതിനനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നീട് എന്താ റിസൾട്ട് എന്നറിയോ? അവർ അത് ഇപ്പോൾ ഞാൻ കോണ്ടാക്ട് വന്നിട്ടില്ല, എന്തായിരുന്നു എന്നും അറിയില്ല. അതങ്ങനെ ആയിരിക്കും, നന്നാവുന്നു. നമ്മൾ ബ്ലസ് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത്. ഓരോ കാര്യങ്ങളാണെങ്കിലും റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്ന് ഒരു തവണയൊക്കെ എടുത്തിട്ട് പോയ ആൾക്കാരാണെങ്കിലും വീണ്ടും അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാറുമുണ്ട്. ഈ റേക്കി ഹീലിംഗ് നോർമലി എത്ര ദിവസത്തേക്കാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ മെയിനായിട്ട് 3 മുതൽ 5 ദിവസം എന്ന് ആദ്യം ചെറിയ കാര്യങ്ങളൊക്കെ, റിലേഷൻഷിപ്പ് 3 ദിവസം കൊണ്ടൊക്കെ അത്യാവശ്യം ഹീൽ ചെയ്ത് പോവാറുണ്ട്. 21 ദിവസം ഹെൽത്ത്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹെൽത്തിനാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത്. അത് 21 ഡേയ്സ് നമ്മളത് പറയാറുണ്ട്. അതോടൊപ്പം ആദ്യത്തെ ഒരു 7 ദിവസം ഞാൻ ഡയറക്റ്റ്ലി ഇതേപോലെ ഓൺലൈൻ വഴി, അതായത് ഗൂഗിൾ മീറ്റ് വഴി അവരെ ഇരുന്നിട്ട് തന്നെ ഞാൻ വീഡിയോ കോൾ തന്നെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി 14 ദിവസം ഞാൻ അവരോട് ഇങ്ങനെ മെസ്സേജ് ഇടും, ഇന്ന സമയത്ത് നമ്മൾ നിങ്ങൾ റിസീവ് മോഡിൽ ഇരുന്നാൽ മതി, നമ്മൾ ഇവിടുന്ന് റേക്കി അയച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാറുണ്ട്. അത് 21 മിനിറ്റ് ഇതേപോലെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഹീലിങ്ങിന് വരുന്ന ആൾക്കാരെ നമ്മൾ നോക്കുന്നത്. ഈ ടാരോ റീഡിങ്ങിലൂടെ നമ്മൾ ഈ നമ്മൾ കബഡി നിരത്തി നോക്കുന്നത് പോലെ തന്നെ ഇപ്പം പാസ്റ്റ് ലൈഫ് പറയാൻ പറ്റും, ഫ്യൂച്ചർ പറയാൻ പറ്റും, പ്രസന്റ് പറയാൻ പറ്റും. ദർശനയുടെ എക്സ്പീരിയൻസിൽ എവിടെയെങ്കിലും ഇത് തെറ്റിയിട്ടുണ്ടോ? ഒരാളുടെ കാര്യം പറഞ്ഞത് തെറ്റായി പോയതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടോ? പാസ്റ്റും പ്രസന്റും പറഞ്ഞത് ഇതുവരെ തെറ്റിയിട്ടില്ല. ഫ്യൂച്ചറിനിപ്പോ അത് നമുക്ക് അറിയൂല. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നാളെ തന്നെ നടക്കുന്നതായിരിക്കില്ല. ടാരോ പ്രകാരം ഒരു 3 മാസം ടു 3 to 6 months എന്നാണ് അതിന്റെ ഡ്യൂറേഷൻ. നമ്മളിപ്പോൾ രാശി മാറ്റം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പൊ ശനിയുടെ മാറ്റം, ഇപ്പൊ റീസെന്റ് 29-ാം തീയതി ശനി മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നല്ലതും ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ മോശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല കൂട്ടത്തിലുള്ള ആളാണ് ഞാനെന്നാ പറയുന്നത്. ഞാനും അതെ. അല്ല, അത് ഇപ്പോഴായിട്ടില്ല. അത് കണക്ട് ചെയ്ത് ഈ ഒരു പൗർണമിയും കൂടെ കഴിയുമ്പോൾ അത് കണക്ട് ചെയ്ത് നമ്മളത് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ മതി, അത് കറക്റ്റായിട്ട് വന്നോളും. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം തുലാരാശിയാണ് എൻ്റെ കാര്യത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിഷു വരാൻ പോകുന്നത് പാലക്കാട് ഭാഗത്ത്, ഇതിന് ഞങ്ങളുടെ ഭാഗത്ത് മാത്രമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മയും അച്ഛമ്മയൊക്കെ പറയാറുള്ളത് വിഷു വരുന്ന നക്ഷത്രം അവർക്ക് മോശം അനുഭവങ്ങളാണ് ആ ഒരു വർഷത്തിലേക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ഇവര് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ബ്രെയിനിലേക്ക് തരുമ്പോ നമ്മൾ വിചാരിക്കുമോ എന്റെ നക്ഷത്രം ചോതി എന്റെ അമ്മയുടെ നാളാ, അത് കഴിഞ്ഞ് വിശാഖം എന്റെ നാളാ. വിഷു ചോതിയിൽ വരുന്നത് കൊണ്ട് ചോതി നക്ഷത്രക്കാർക്ക് മോശഫലമായിരിക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്ത് ചെറുപ്പം മുതൽ ഞാൻ കേട്ട്. അതായത് വിഷു ആവാറാകുമ്പോ നാള് പോയി നോക്കാറുണ്ട്, ആർക്കാണ് ഇപ്രാവശ്യത്തെ വിഷുഫലം എന്ന് നോക്കാറുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇന്ന നക്ഷത്രത്തിന്, എനിക്കൊക്കെ എന്നോടൊക്കെ വിശാഖ നക്ഷത്രം വരുന്ന സമയത്ത് അമ്മ പറയാം, അതിന്റെ എപ്പോഴെങ്കിലും ഞാൻ ഒന്ന് വീഴുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, അതെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ വീഴും, ഫലം മുഴുവൻ കിട്ടിത്തുടങ്ങി, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ വഴിയെ പോണ കാര്യങ്ങൾ എണി വെച്ച് പിടിക്കാന്നുള്ളൊരു സ്വഭാവവിശ്വാസം കൂടിയാലുള്ള പ്രശ്നങ്ങളായിട്ടാണത്. അപ്പോൾ പിന്നെ പറയാറുണ്ട് ആ വർഷത്തെ കണി കണ്ടില്ലെങ്കിൽ അതിന്റെ ഫലം എഫക്റ്റ് കുറയും എന്നൊക്കെയാണ് പറഞ്ഞു വെക്കല്. പക്ഷെ എന്നാൽ ഇവർ കാണാതെ ഇരിക്കില്ല, ഭഗവാനെ കാണുകയും വേണം, ഇതൊക്കെ അനുഭവിക്കുകയും വേണം, ഇങ്ങനൊരു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ നോക്കിയ സമയത്ത് അമ്മയുടെ നാളാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ടോട്ടലി അമ്മയ്ക്ക് കുറച്ച് പ്രശ്നം, ഹെൽത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറേയൊക്കെ അമ്മ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളും ആണ്. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർ ആ ഒരു ഷെൽട്ടറിൽ കയറി ഇരിക്കുക എന്നുള്ളത് അവരുടെ ഒരു സമാധാനമായിരിക്കും മേ ബി. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ വർഷത്തേക്ക് ഇനി വിഷമിക്കാനുള്ളതായിട്ടുണ്ട്, ഇനി പോണതിനൊക്കെ എടുത്ത് മടിയിൽ വെക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേക്കും തുലാരാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ വിഷു വരുന്നത് എന്ന് 2-3 ഞാൻ എൻ്റെ മാത്രമല്ല മറ്റ് ജ്യോതിഷികളുടെ കൂടെ ഞാൻ എടുത്തതിലും അവരും അത് തന്നെയാണ് പറയുന്നത്, ഒരു പേടിയും പേടിക്കാനില്ല. അത് പക്ഷെ ഞാനിത് പറഞ്ഞു കൊടുത്താലും അവർക്ക് അതായിരിക്കും അമ്മയുടെ കാര്യം സമയം അവരത് മൈൻഡിൽ ഇങ്ങനെ ഇറക്കി വെച്ചത് കൊണ്ട് ചിലപ്പോൾ അതായിരിക്കും വിശ്വസിക്കുക. അങ്ങനെ ഒരു 29 ശനിമാറ്റം സംഭവിച്ചവർക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവും അറിയാമോ?
ഞാനങ്ങനെ ഓരോരുത്തരുടെ ഡിപ്പെൻഡൻസി, നമ്മൾ മെയിനായിട്ട് ഇതല്ല നോക്കുന്നത്, എന്താ രാശിയല്ല, നമ്മൾ ഈ സോഡിയാക് സൈൻ വെച്ചിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് അതായിരിക്കും കൂടുതൽ കണക്ഷൻ വരിക. ഞാൻ പിന്നെ ഇതെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. കേരളത്തിലെ ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അവർക്ക് മെയിനായിട്ട് രാശി അവർ ചോദിക്കാറുണ്ട്, മാഡം ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അത് നോക്കിയിട്ട് അപ്പം നമുക്ക് സോഡിയാക് സൈനും വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അത് തന്നെയാണല്ലോ ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. ഈ ടാരോ, ഞാൻ ദർശനയുടെ ഒക്കെ ഇന്റർവ്യൂ എടുത്തതിന് ശേഷമാണ് നമ്മുടെ ജസീക്കയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയത്. അവര് ടാരോ കാർഡ് വെക്കുന്ന രീതിയെ വ്യത്യാസമുണ്ട്. അത് ക്രോസ് ആണ് വെക്കുന്നത്. ഓക്കെ, അത് ടാരോയിൽ പല പാറ്റേണിൽ നമുക്ക് സ്പ്രെഡ് വെക്കാൻ പറ്റും. സ്പ്രെഡിന് തന്നെ കുറേ മേലെ താഴെ ഇങ്ങനെ വെക്കാറുണ്ട്. പിന്നെ ഓരോ തരത്തിലും സ്പ്രെഡ് വരാറുണ്ട്. നിരത്തിയിട്ട് വെക്കും, നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സ്പ്രെഡുകൾ. നമ്മളിപ്പോൾ ഷഫിൾ ചെയ്യണതും വേറെ രീതിയായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലവർ ഇങ്ങനെ എടുക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ കൈക്ക് ടാരോ എങ്ങനെയാണോ ഒതുങ്ങുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. അതിലൊന്നും ഒരു തെറ്റുമില്ല ദോഷവുമില്ല. അപ്പൊ റേക്കിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ അതിന്റെ കമന്റിൽ കുറച്ച് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ വെച്ചാൽ എനർജി കട്ടായി. അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെയല്ല, അത് നമ്മൾ പെട്ടെന്നൊന്ന് വരല്ലേ, അല്ല. അതെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റേക്കി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. അതിന് ഒരു തെറ്റുമില്ല, ഒരു ദോഷവുമില്ല. എങ്ങനെ വിചാരിച്ചാലും ഇപ്പോൾ ഒരാളെ കാണണമെന്ന് പോലും ഇല്ല, കാണണം, നമ്മൾ ഡയറക്റ്റ് ഇരുന്ന് കാണണമെന്നില്ല, അവരുടെ ഒരു ഫോട്ടോ തന്നെ കിട്ടിയാൽ അതും അതിൻ്റെ ഒരു ഡ്രോബാക്കും ഉണ്ട്. ഡ്രോബാക്ക് മീൻസ് വിശ്വാസത്തിൽ വരില്ല. സാധാരണ നമ്മൾ അലോപ്പതി മെഡിസിൻ, ആയുർവേദ മെഡിസിൻ അല്ലെങ്കിൽ ഇതൊക്കെയാണ്, ഇപ്പോൾ നാഡി ചികിത്സ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ വ്യക്തി അടുത്ത് വന്നിരുന്ന് അവരെ നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ റേക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കാനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് റേക്കിയോട് ചോദിക്കാം എന്ന് പറയും. പിന്നെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അത് പുറത്ത് പറയാൻ പറ്റാത്ത, അതായത് അത് പഠിച്ചെങ്കിൽ റേക്കി പഠിച്ചവർക്ക് മാത്രം ദീക്ഷ പോലെ കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കത് കണക്ട് ചെയ്ത് വരും. അപ്പോൾ ഞാനിങ്ങനെ വെച്ചപ്പോൾ കൈ ഇങ്ങനെ അല്ല മേലെ അല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോ മാസ്റ്റേഴ്സും പല രീതിയിലായിരിക്കും പഠിപ്പിക്കുക. നമ്മുടെ സാർ എന്താണോ അതാണ് നോക്കേണ്ടത് മെയിനായിട്ട്, നമ്മുടെ വിശ്വാസവും. പിന്നെ റേക്കി റിസീവ് ചെയ്യാൻ നമ്മൾ തയ്യാറിരിക്കണം. അല്ലാണ്ട് ഇത് നീ എന്ത് ചെയ്യും നോക്കട്ടെ എന്ന് പറഞ്ഞ ഒരു മുൻവിധിയോട് കൂടെ, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്താലും എനിക്ക് ഏൽക്കില്ല എന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് റിസൾട്ട് കിട്ടില്ല. ഞാൻ അതിന് എത്ര എഫേർട്ട് എടുത്ത് കൊടുത്താലും, എൻ്റെ മുഴുവൻ എഫേർട്ട് എടുത്താലും ആ വ്യക്തി അത് രോഹിത് ഇപ്പോൾ എനിക്കിത് വേണ്ടാന്ന് മൈൻഡ് കൊണ്ടെങ്കിലും വിചാരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അയക്കാൻ പറ്റില്ല. അതെൻ്റെ ഒരു ചേട്ടന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതേപോലെ ഇടുപ്പിൻ്റെ ഭാഗത്ത് വേദന വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, ഹീലിംഗ് കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു, നിൻ്റെ റേക്കി ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്കത് ടാബ്ലറ്റ് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ് ആൾ പോയി കിടന്നു. പക്ഷെ എന്നാലും ഞാൻ പുറത്ത് ഇരുന്ന് ഞാൻ റേക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് മാറില്ല, ആള് ബ്ലോക്ക് ചെയ്തു, മൈൻഡിൽ തന്നെ ബ്ലോക്ക് ചെയ്തു. അതെ അതെ, റേക്കി പഠിപ്പിക്കാൻ ഞാൻ ആയിട്ടില്ല. കാരണം അതിന് മാസ്റ്റർ ടീച്ചർ എന്നുള്ള ലെവലിൽ എത്തണം. അത് നമ്മുടെ വിനോദ് സാറിൻ്റെ തന്നെ കിട്ടണം. അതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, അതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാനിപ്പോ ആഗ്രഹിക്കുന്നവർക്ക് വിനോദ് സാറിന്റെ അടുത്ത് പോകാം. അതെ അതെ, അതിന് ഒട്ടനവധി പേരെ നമ്മൾ ഇന്റർവ്യൂവിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് പേരെ നമ്മൾ. അതെ അതെ, അപ്പോൾ ടാരോ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ബാച്ച് ഇപ്പോൾ ഏകദേശം ഫൈനൽ ആവാറായി. ഇപ്പോൾ വേറൊരു ബാച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓൺലൈനാണ് 2 ക്ലാസ് നമ്മൾ ആഴ്ചയിൽ കൊടുക്കാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സമയത്തിൻ്റെ ഒരു ഒന്ന്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതൊരു എൻ്റെ മാത്രം ഇഷ്യൂ ആണ്, അവരുടെ ഇഷ്യൂ അല്ല. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ക്ലാഷ് വരാറുണ്ട്. അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഹാപ്പിയാണ് എന്തായാലും. ടാരോ മാത്രമല്ല ഞാൻ പഠിപ്പിക്കുന്നത്, അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങളും. അതായത് എല്ലാവർക്കും ഇപ്പോൾ ഈ എലസ് അതിലേക്കൊന്നും പോകാൻ പറ്റില്ല. സൊല്യൂഷനും കൂടെ പറഞ്ഞു കൊടുത്താലേ അവരൊരു കംപ്ലീറ്റ് ഒരു ടാരോ റീഡർ ആവുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ സ്പെൽ വർക്ക് അങ്ങനെയൊക്കെ സജസ്റ്റ്, അവർ അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ തീർച്ചയായും ക്രിസ്റ്റൽ ആണെങ്കിൽ ഞാൻ നമ്മുടെ ശ്രീജയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ശ്രീജാഭിലാഷ്, പിന്നെ എൻ്റെ ഒരു ബ്രദർ ഉണ്ട്, ശാന്തിയാണ്, അദ്ദേഹം ഒരു മേൽശാന്തിയാണ്. അപ്പോൾ അവിടേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. അവരും ചിലപ്പോൾ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ, അമ്പലത്തിലും ഞാൻ ചെയ്യുന്ന അതേ പ്രോസസ്സ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് വരുന്നത് കൗൺസിലിംഗ് വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സർട്ടിഫൈഡ് കൗൺസിലർ അല്ല, അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് സജസ്റ്റ് ചെയ്ത് വിടാറുണ്ട്. അങ്ങനെയൊക്കെ പോകണം. അതായത് ആരുടെ അടുത്തുനിന്ന് നമുക്ക് എന്താ കിട്ടുക നിയോഗം എന്നുണ്ടല്ലോ, അത് ആ ഒരു രീതിയിൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നു.